ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ബോംബെ ഹൽവയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയാണിത്. കോൺഫ്ലവർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഹൽവ റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ നോക്കാം. ആദ്യം നമുക്ക് 1 കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 1 കപ്പ് കോൺഫ്ലവർ. അപ്പോൾ അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് കോൺഫ്ലവറിലേക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. 250 ml കപ്പിൽ 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് കട്ടയൊന്നുമില്ലാത്ത രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്കൊരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് 250 ml കപ്പിൽ തന്നെ 2.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി കൊടുക്കാം. അതിനുശേഷം പഞ്ചസാര നന്നായിട്ടൊന്ന് അലിയുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ തീ വെച്ചിരുന്നാൽ മതി. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. തിളച്ചതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലോർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ പഞ്ചസാര ലൈന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. ചിലപ്പോൾ അടിഭാഗത്ത് അത് കട്ട പിടിച്ചിരിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി തീ ഒരു സിമ്മിലിട്ടാൽ മതി. മീഡിയം ടു ലോ ഫ്ലെയിമിൽ തീ ഇട്ടിരുന്നാൽ മതി. തീ കൂട്ടി വെക്കരുത്. പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും. അപ്പോൾ കോൺഫ്ലവർ ശരിക്കും വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ കോൺഫ്ലവർ ഇപ്പം ഏകദേശം ഒന്ന് കുറുക്കി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഹൽവയ്ക്ക് നല്ല കളറിന് വേണ്ടിയിട്ട് കുറച്ച് കളർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഓറഞ്ച് റെഡ് കളറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കുറുകി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ മൊത്തം ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 ടേബിൾ സ്പൂൺ നെയ്യ് നമ്മൾ ഒരുമിച്ച് ചേർത്ത് കൊടുക്കണ്ട. ഓരോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് അതൊന്ന് മിക്സ് ആയതിന് ശേഷം മാത്രം വീണ്ടും ഓരോ സ്പൂൺ വീതം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 സ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം. അതും ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മൊത്തം 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഹൽവയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കയ്യിലുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പും ബദാമും പിസ്തയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് നട്ട്സാണോ ഉള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇത് നട്ട്സൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചേർത്ത് കൊടുത്തില്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ നട്ട്സ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹൽവ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീ ഒരിക്കലും കൂട്ടി വയ്ക്കരുത്. ചെറിയ തീയിൽ സിമ്മിൽ മാത്രമേ തീ വയ്ക്കാവൂ. അപ്പോൾ ഇതേ ഒരു പരുവാകുമ്പോഴത്തേക്ക് വേണം നമുക്കിത് മാറ്റി വയ്ക്കാനുള്ളത്. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഹൽവ ഒഴിച്ച് വയ്ക്കാനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യൊന്ന് തടവിയിട്ടുണ്ട്. ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ചെറുതായിട്ട് ഞാനൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പിസ്തയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഹൽവ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇനി ഇത് നല്ല ചൂടുണ്ട്. ചൂടോടുകൂടിയാണ് നമ്മൾ ട്രേയിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. നന്നായിട്ടൊന്ന് തണുത്ത് വരണം. 1-2 മണിക്കൂർ എടുക്കും ഇതൊന്ന് തണുത്ത് കിട്ടാനായിട്ട്. അപ്പോൾ തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഹൽവ നന്നായിട്ട് തണുത്ത് റെഡി ആയിട്ടുണ്ട്. നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയാൽ മതി. പാത്രത്തിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സൈഡ് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹൽവയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഹൽവയൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോഴത്തേക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹൽവയാണ്. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയ നല്ല അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്